Hello everyone, welcome to Rails Academy. സോ യാ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേട്ടോ, ലേണിംഗ് തിയറീസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയും. ഓക്കെ, പിന്നെ യു ജി സി നെറ്റിന്റെ പിന്നെ സിലബസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള തിയറി അല്ല, സിലബസിന്റെ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള തിയറി അല്ല. പക്ഷേ പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് PYQs അനലൈസ് ചെയ്ത സമയത്ത് റീസെന്റ് ആയിട്ട് ഞാൻ മുന്നേ പറയുന്നത് പോലെ തന്നെ ആഹ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കൂടുതലും ഈ B.Edന്റെ എൻട്രൻസ് എക്സാമിൽ പൊതുവെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, യൂണിറ്റ് 1 നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള സിലബസിന്റെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒന്നുമില്ല, ഈസി ആട്ടോ, വലിയ അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഇത് വളരെ ചെറിയൊരു ഭാഗമാണ്. ഞാൻ പിന്നെ ഇത് ഈ ഒരു ഭാഗം എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പറഞ്ഞ് ലാസ്റ്റ് നമുക്ക് ചാൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് പറയാതെ പോകുമ്പോൾ ചിലപ്പോൾ അത് മിസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പം അവിടെ ആയിരിക്കും നമുക്ക് മാർക്ക് ചിലപ്പം നഷ്ടപ്പെടുക. അപ്പം ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനും വേണ്ടി ഞാൻ പിന്നെ ഈ ഒരു സെഷൻ എടുക്കാന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല, കാര്യത്തിലിട്ട് വരാം കേട്ടോ. അപ്പൊ എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറി? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. അതായത് ഈ ഒരു തിയറി എന്താ പറയുന്നത്, ആൾക്കാർ നമ്മൾ, അതായത് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഏത് മനുഷ്യനായിക്കോട്ടെ, അവര് എന്താണ്, അവർ ലൈഫിൽ അപ്പൊ അവർക്കൊരു മോഡൽ ഉണ്ടാവും. ഓക്കെ, മോഡൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പം ചെറുപ്പകാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു കഥ പറയാം. എനിക്ക് അല്ലു അർജുനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പൊ അല്ലു അർജുനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലു അർജുന്റെ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അല്ലു അർജുൻ ഇടുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ, ഓക്കെ, അല്ലു അർജുന്റെ ക്യാരക്ടർ ഭയങ്കര ഇങ്ങനെ ചില്ലായിട്ടുള്ള. അല്ലു അർജുൻ എല്ലാവർക്കും നമ്മളെ ആ ഒരു പ്രായത്തില് ഒട്ടുമിക്ക കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നടനാണ്. അങ്ങനെ അല്ലു അർജുൻ്റെ എല്ലാം ഞാൻ ഒബ്സർവ് ചെയ്തു. അങ്ങനെ ഒബ്സർവ് ചെയ്തതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, അല്ലു അർജുനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇമിറ്റേറ്റ് ഇൻ ദ സെൻസ് എന്ന് പറയുമ്പോൾ അതായത് അല്ലു അർജുന്റെ സംസാരിക്കുന്ന രീതി, അതുപോലെ തന്നെ ഡ്രസ്സിങ്. അതിപ്പം അല്ലു അർജുൻ ആണെന്നില്ല, ഇപ്പം അതിന് വേറൊരു നല്ലൊരു എക്സാമ്പിൾ ആണ് ഈ പ്രേമം സിനിമ ഉണ്ടല്ലോ. ആ സമയത്ത് എല്ലാ കോളേജ് പ്രോഗ്രാമിലും ബ്ലാക്ക് ഷർട്ടും വൈറ്റ് ധോത്തി. ഇതാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴും നമുക്കൊരു മോഡൽ ഉണ്ടാവും. ആ മോഡൽ നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. നല്ല രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ഇൻ ദ സെൻസ് അവരുടെ എല്ലാ സ്റ്റൈലും നമ്മൾ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ഇമിറ്റേറ്റ് ചെയ്യും. ഇതാണ് ഏറ്റവും ചുരുക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഞാൻ അതിന്റെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഇതിന്റെ ഫൗണ്ടർ ആൽബർട്ട് ബണ്ടൂരാണ്. ഇത് ഓർമ്മിച്ച് വെക്കണം, ഇത് എഴുതി വെക്കണം എക്സാമിന്. പിന്നെ ഇതിന്റെ പ്രൊപ്പൗണ്ടർ പേര് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ ലേണിംഗ് തിയറി വന്നിട്ടുള്ളത് ആൽബർട്ട് ബണ്ടൂര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഒബ്സർവിങ് ദ മോഡൽസ്. ഈ മോഡൽസ് പലതും ആവാട്ടോ. ഇപ്പം ഞാൻ ടീച്ചിങ്ങില് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ ഡിഗ്രി ഫസ്റ്റിൽ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ചെറിയൊരു ട്യൂഷൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകരെ പഠിപ്പിച്ച രീതിയൊക്കെ ഞാൻ എപ്പോഴും എന്ത് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവരുടെ ടീച്ചിങ് രീതികൾ, എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്യുന്ന രീതികൾ. അപ്പൊ എന്താണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ആ ഒരു മോഡൽ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം അല്ലെ. നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്താൽ മാത്രം നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അവരുടെ ഓരോ ചലനങ്ങളും, അവരുടെ ഓരോ സംസാരിക്കുന്ന രീതി, അവരുടെ ബിഹേവിയർ, അവരുടെ ക്യാരക്ടർ, അവരുടെ ഹാൻഡ് ഗസ്റ്റർ, കൈ ഉപയോഗിക്കുന്ന രീതികൾ, അവരുടെ വോയിസ് പിച്ച്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്തതിനു ശേഷം നമ്മൾ അത് ഇമിറ്റേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ എന്താ, ഇങ്ങനെ സ്റ്റെപ്സ് എന്താണ്, ഒബ്സർവേഷൻ, ഇമിറ്റേറ്റിംഗ് ആൻഡ് മോഡലിംഗ്. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവർ നിരീക്ഷിക്കുന്നു, ഇമിറ്റേഷൻ നടത്തുന്നു, മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൂടെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മോഡൽ ചെയ്യാണ്. ഓക്കെ, ഇതെന്താണ്, എയ്തർ ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ ഓർ ബൈ ഒബ്സർവിങ്. ഓക്കെ, ചിലപ്പോൾ നമുക്കത് ഒബ്സർവ് ചെയ്യണം എന്നില്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മളെ ചില ചുറ്റുപാട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമിറ്റേറ്റ് ചെയ്യാനും വേണ്ടി നമ്മളെ വല്ലാണ്ട് പുഷ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മുടെ സമൂഹം, ഇപ്പൊ ഉദാഹരണത്തിന് അതിന് വലിയൊരു എക്സാമ്പിൾ ആണ് റിലീജിയൻ. ഓക്കെ, റിലീജിയൻ എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ടല്ലോ. നമ്മളെന്താണ്, അത് നമ്മളെ ചെറുപ്പം മുതലേ നമ്മളത് എന്താണ് ഫോളോ അപ്പ് ചെയ്ത് ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ലോജിക്കലി ചിന്തിക്കൂല, എന്തിന് ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നു, എന്തിന് ഞാൻ ദൈവത്തോട് എന്റെ പ്രയാസങ്ങൾ പറയുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഏർപ്പെടുകയാണ്. ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഒരു ഭാഗമാണ്, നമ്മുടെ സൊസൈറ്റിന്റെ ഭാഗമാകുന്ന സമയത്ത് നമ്മുടെ കൾച്ചറും
നമ്മുടെ എത്തിനിക്കും അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണക്റ്റഡ് ആവും. നമ്മൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ, നമ്മൾ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് റിവാർഡഡ്, നമുക്ക് സൊസൈറ്റിയിൽ റിവാർഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും അല്ലെ. അതായത് റിവാർഡ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എന്താണ്, ഇപ്പം ഈ ഉദാഹരണത്തിന് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു ബസ്സിൽ വരുന്ന സമയത്ത് ഒരു ബസ്സിൽ ഒരു പ്രായമായ ഒരു പിന്നെ ഒരു അമ്മ വരികയാണ്. ഒരു പ്രായമായിട്ടുള്ളൊരു വ്യക്തി, അമ്മയോ പിന്നെ അതുപോലെ പ്രായമുള്ള ഏതൊരു വ്യക്തി ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ എണീച്ച് നിന്ന് കൊടുക്കും അല്ലെ. അതെന്താണ്, ഒരു സൊസൈറ്റിയിൽ നമുക്ക് റിവാർഡ് ചെയ്യുന്ന ഒരു ഒരു ആക്ഷനാണ്. നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നമ്മൾക്ക് പണിഷ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ നമ്മുടെ സൊസൈറ്റി നമ്മളെ പണിഷ് ചെയ്യാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ ടെൻഡൻസി നമുക്കുണ്ടാവും. അപ്പോൾ റിവാർഡുള്ള കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാനും പണിഷ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടെന്നാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഈ പറയുന്ന ആൽബർട്ട് ബണ്ടൂര പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ബേസിക് എന്താ പറയാ കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ് കേട്ടോ. ഇതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എന്താണ്, നമുക്ക് ഇതിന്റെ 4 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ 2 കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. കാരണം ഞാൻ വീണ്ടും പറയാണ്, ഇൻ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ മിസ് ഔട്ട് ആണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനൊരു ഭാഗം എടുക്കുന്നത് കേട്ടോ. അപ്പൊ 4 പ്രിൻസിപ്പിൾ. ഫസ്റ്റ് വൺ എന്താണ്, അറ്റൻഷൻ. ഓക്കെ, കാണ്ട് ലേൺ ഇഫ് ഹി ഓർ ഷീ ഡസൻ ഫോക്കസ് ഓൺ ദ ടാസ്ക്, അല്ലെങ്കിൽ മോഡൽ എന്ന് പറയാം നമുക്ക്. അതായത് നമ്മൾ ആദ്യം ഇമിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മോഡലിനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ആ അറ്റൻഷൻ നല്ല രീതിയിൽ നമ്മുടെ മോഡലിന് കൊടുക്കേണ്ടതുണ്ട്. അറ്റൻഷൻ കൃത്യമായിട്ട് ആ മോഡലിന് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അപ്പം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെന്താണ് റിട്ടൻഷൻ. റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് അവരുടെ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, റീറ്റെയിൻ ചെയ്യാണ്, റീകോൾ ദി ഇൻഫോർമേഷൻ. അതായത് ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഇവരെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്ത് വെച്ചതിന് ശേഷം റിട്ടൻഷൻ എന്ന് പറയുമ്പം അത് റീകോൾ ചെയ്യും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ പഠിച്ചു വെച്ച കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് യൂസ് ചെയ്യും. അണ്ടർസ്റ്റുഡ്, അത് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും കേട്ടോ. അതാണ് ഈ പറയുന്ന റിട്ടൻഷൻ എന്ന് പറയുന്നത്. റീകോൾ ദി ഇൻഫോർമേഷൻ നീഡ്. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തു, ഒബ്സർവ് ചെയ്ത് നിന്ന് കണ്ട കാര്യങ്ങൾ നമ്മൾ റിട്ടൻഷൻ നടത്തി. പിന്നെ എന്താണ് റീപ്രൊഡക്ഷൻ. ഓക്കെ, റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് ഇത് നമ്മുടെ ലൈഫിന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യാണ്, പ്രീവിയസ്ലി ലേൺഡ് ഇൻഫോർമേഷൻ നമ്മളിങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിന്റെ ഓരോ ചേഞ്ചസിൽ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു പഠിച്ച കാര്യം നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ റീപ്രൊഡക്ഷൻ ആയിട്ട് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഒരു ലൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫോളോ അപ്പ് ചെയ്യാണ്. ലാസ്റ്റ് വൺ എന്താണ്, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ഒരു പിന്നെ റിവാർഡോ അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി പ്രലോഭിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു റീസൺ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഈ പറയുന്ന മോട്ടിവേഷൻ. ഈ 4 കാര്യങ്ങളാണ് ഈ സോഷ്യൽ ലേണിംഗിന്റെ 4 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പഠിക്കണം, അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ, അതുപോലെ മോട്ടിവേഷൻ. ഈ 4 കോൺസെപ്റ്റും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. അതുപോലെ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പഠിക്കുക. അപ്പൊ ഇത്ര മാത്രമേ സോഷ്യൽ ലേണിംഗ് തിയറിയിലുള്ളൂ. അപ്പൊ ഇൻ കേസ് ഇതൊന്ന് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ നോട്ട്സുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഞാൻ വീണ്ടും പറയാണ്, എന്തായാലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും വെറുപ്പിക്കില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ദാറ്റ്സ് ഓൺലി തിങ് ഐ എം റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എന്നെ ടെക്സ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്റെ പിന്നെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ അതിന് ജോയിൻ ചെയ്യാം. നമ്മളെ കാരണം ഈ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് അടുപ്പിച്ചിട്ട് നമുക്ക് ഇനി ഡിസ്കഷൻസിന്റെ ഒരുപാട് സെറ്റ് ഒക്കെ ആക്കണം, അങ്ങനെ കുറച്ച് പ്ലാൻസ് എനിക്കുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ നോട്ട്സുകളും ക്ലാസ്സുകളൊക്കെ അതിന് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക്സ് എവരിവൺ.